ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭാര്യ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭർത്താവും ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാണ് സച്ചിയുടെ വാദം. എല്ലാവരും അതിനെ ന്യായീകരിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതിന് വയറ് വേറെയല്ലേ, എനിക്ക് വിശന്നാൽ ഞാൻ കഴിക്കും എന്നാണ് വർഷ പറയുന്നത്. അപ്പോൾ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ടേ. ശ്രുതി പറയുന്നുണ്ട്, അതാണ് വിശന്നാൽ നമ്മൾ കഴിക്കണം. അപ്പോൾ തന്നെ സച്ചിയാണെങ്കിൽ ശ്രുതിയെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കുന്നില്ലേ. കാരണം സച്ചി പറയുന്നുണ്ട്, എടാ നീ കണ്ടിട്ടില്ലേ നമ്മുടെ അമ്മ അന്ന് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ അച്ഛനും ഭക്ഷണം കഴിച്ചില്ല, അതുപോലെ വേണം. അല്ലാതെ വയറ് വേറെയാണെന്നൊക്കെ പറഞ്ഞ് ഭാര്യയോട് അല്പം സ്നേഹമുള്ളവർ എങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നീ പ്രത്യേകിച്ച് നിന്റെ ഭാര്യ വ്രതം എടുത്തിരിക്കുമ്പോൾ ഭർത്താവും അതിനനുസരിച്ച് നിൽക്കണം, അപ്പോഴേ ആ വ്രതത്തിന് ഇരട്ടി ഫലം ലഭിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ ശരിയാണല്ലോ, ഭാര്യയുടെ കൂടെ ഭർത്താവും കൂടി പിടിച്ച ഇരട്ടി ഫലം കിട്ടും, പോരാത്തതിന് അവൻ എന്നെ പൊക്കി പറയുന്നുണ്ടെന്നാണ് ചന്ദ്രയുടെ മനസ്സിൽ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി നീ എന്നാ കഴിക്കണ്ട, നീയും കൂടി വ്രതം എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ എളുപ്പം മലേഷ്യയിലെ ജയിലിൽ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞ് ശ്രുതിയുടെ പ്ലേറ്റൊക്കെ ചന്ദ്ര മേടിക്കുവാണേ. പാവം ശ്രുതി വിശന്നിട്ട് അമ്മേ ഞാൻ കഴിക്കട്ടെ അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിക്കും ഭക്ഷണം കൊടുത്തില്ല, ശ്രുതിക്കും ഭക്ഷണം കൊടുത്തില്ല. ശ്രുതി പറയും, അമ്മേ ഞങ്ങൾ ജോലിക്ക് പോകുകയെന്ന് പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ദേ പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിൽക്കല്ലേ, വൈകിട്ട് നേരത്തെ വരണം, അമ്പലത്തിൽ പോയി ചൈന പ്രദക്ഷിണമൊക്കെ ചെയ്യാനുള്ളതാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയെയും വിളിച്ചുകൊണ്ടും പോകുവാണ്. വാ ശ്രുതി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്രുതിയെയും കൂട്ടിയാണ് ശ്രുതി പോകുന്നത്. അപ്പോൾ പോകുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാണ് ചന്ദ്രേ, പാവമല്ലേ അവൾ, എന്തിനെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല അങ്ങനെ ചെയ്താലല്ലേ മലേഷ്യയിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ, എന്ത് കിട്ടാനുള്ളതോ? അപ്പോൾ സച്ചി ഇത് മാറ്റി പറയും, അല്ല വരാനുള്ളവരൊക്കെ വരത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുവേ. വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ നീലിമയാണേ. നീലിമ സച്ചിയെ വിളിച്ച് പറയുവാണ്, എനിക്ക് 2-3 സ്ഥലത്ത് പോകാനുണ്ട്, എളുപ്പം വരണമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ ഇപ്പം എത്താം മാഡം എന്ന് പറഞ്ഞ് ഭക്ഷണം മതിയാക്കി സച്ചി പോകുവാണേ. രേവതി അപ്പം പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഭക്ഷണം ഫുള്ളും കഴിച്ചിട്ട് പോകാൻ പറയുമ്പോൾ, ഇതൊക്കെ ഫോറിൻ കൺട്രീസിലുള്ളൊരു ട്രിപ്പാണ്, നല്ല വലിയ ട്രിപ്പാണ്, ഞാൻ പോയി എടുത്തിട്ടും പറ്റി, അവർക്ക് എളുപ്പം വരണം എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണ്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, എന്നെ ഡ്രോപ്പ് ചെയ്ത ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ സച്ചി അങ്ങോട്ടേക്കാണ് പോകുന്നത്. സച്ചി അവിടെ പോയി നീലിമയെ പിക്ക് ചെയ്തിട്ട് ആദ്യം പോകുന്നത് ട്രാവൽ ഏജൻസിയിലാണ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏജൻസി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയും അന്വേഷിച്ച് പോയ ആ ഏജൻസിയിൽ, അതേ ഏജൻസിയിൽ തന്നെയാണ് നീലിമ വീണ്ടും പോകുന്നത്. എന്നിട്ട് അവിടെ പോകുമ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, എൻ്റെ റിട്ടേൺ ടിക്കറ്റൊക്കെ റെഡിയായോന്ന് ചോദിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവരൊരു കാര്യവും പറഞ്ഞു, നിങ്ങളെ അന്വേഷിച്ച് 2 പേര് വന്നായിരുന്നു എന്ന് പറയുമ്പോൾ നീലിമ ഒന്ന് നെട്ടും. എന്നെ അന്വേഷിച്ചു? അതെ, ഒരു ഭാര്യയും ഭർത്താവും, അയാളുടെ പേര് ശ്രുതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നീലിമ മുഖമൊക്കെ ഒന്ന് മാറുവേ. എന്നിട്ട് നിങ്ങൾ എന്നെപ്പറ്റി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു? അപ്പോൾ പറയും, ഇല്ല ഞങ്ങൾ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ലല്ലോ മാഡം, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല, മാഡത്തിൻ്റെ അമ്മൂമ്മ മരിച്ചു, കോൺടാക്ട് നമ്പർ വേണം എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടതെന്ന് പറയുമ്പോഴേക്കും നീലിമ പറയും, ഞാനിവിടെ വന്ന കാര്യമൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് നീലിമക്കൊന്ന് ആശ്വാസം ആവുന്നതേ. നീലിമ അപ്പം മനസ്സിൽ വിചാരിക്കുന്നത്, ഈ പൊട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, പിന്നെ എന്തിനാ എന്നെ അന്വേഷിച്ച് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് ചോദിക്കും, അല്ല മാഡത്തിൻ്റെ അമ്മമ്മയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നീലിമ പറയും, എനിക്ക് അങ്ങനത്തെ ഒരു അമ്മമ്മയേ ഇല്ല, എന്നെ പറ്റി ആരെന്ത് ഡീറ്റെയിൽസ് ഇവിടെ വന്ന് ചോദിച്ചാലും കൊടുക്കാൻ പാടില്ലെന്നാണ് നീലിമ അവർക്ക് കൊടുത്തിരിക്കുന്ന വാണിങ്. അപ്പോൾ ആ സ്റ്റാഫും പറയുന്നുണ്ട്, ഇല്ല മാഡം ഞങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങളുടെ കമ്പനി ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്, ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസും ആർക്കും ഷെയർ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നീലിമ സമാധാനത്തിൽ ആ ടിക്കറ്റും കൊണ്ട് പോകുവാണ്. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, എനിക്കിനി വേറൊരു സ്ഥലത്ത് പോകണമെന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇതിനെന്താ കയറിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും അവർ അടുത്ത സ്ഥലത്തോട്ട് പോകുവാണേ. കാറി വെച്ച് സച്ചി നോക്കുമ്പോഴേക്കും നീലിമയുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മാഡം എന്ത് പറ്റി, ഭയങ്കര ടെൻഷൻ, ടിക്കറ്റ് ബുക്കായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയും, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, അല്ല മാഡത്തിൻ്റെ മുഖം ഭയങ്കര ടെൻഷൻ, ഇല്ല അതൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ല ഇനി മാഡം ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും എന്നെ തന്നെ വിളിക്കണേ, നല്ലൊരു കസ്റ്റമറാണ് മാഡം എന്നൊക്കെ പറയുമ്പോൾ നീലിമയും അത് ശരിവെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എങ്ങോട്ടാണ് പോകണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ ഒരു ഫ്രണ്ടിനെ എടുത്ത് കോൾ ചെയ്യുവാണ്. ബ്യൂട്ടി പാർലറാണ് നീലിമ ആക്ച്വലി അന്വേഷിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വിളിച്ച് ഫോൺ എടുക്കുമ്പോഴേക്കും പറയും, എടി ആ ബ്യൂട്ടി പാർലറൊക്കെ പൂട്ടിപ്പോയി എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയും, അത് പൂട്ടിപ്പോയോ, ശരി. എന്നിട്ട് പറയും, ഞാൻ യൂഷ്വലായിട്ട് പോയിക്കൊണ്ടിരുന്ന ബ്യൂട്ടി പാർലറാണ്, അത് പൂട്ടിപ്പോയി, ഇനിയിപ്പോൾ ഇവിടെ പരിചയത്തിൽ വല്ല ബ്യൂട്ടി പാർലർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, എനിക്കൊരു പാർലറേട്ടത്തിയുണ്ട്, അവരൊരു ബ്യൂട്ടി പാർലർ സിറ്റിയിൽ നടത്തുന്നുണ്ട്, നല്ല അടിപൊളി ബ്യൂട്ടി പാർലറാണ്, സെലിബ്രിറ്റീസൊക്കെ അവിടെ വന്നാൽ മേക്കപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴും നീലിമ ചോദിക്കും, നല്ല ബ്യൂട്ടി പാർലറല്ലേ? നല്ല ബ്യൂട്ടി പാർലറാണ്, വിശ്വസിച്ച് പോകാം, എനിക്കറിയാവുന്നവരാന്നൊക്കെ പറഞ്ഞ് നീലിമയും കൂട്ടി നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ പോകുവാണേ. നീലിമക്കറിയില്ലല്ലോ അത് ശ്രുതിയുടെ ഭാര്യ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണെന്ന്. അങ്ങനെ 2 ആളും കൂടി ബ്യൂട്ടി പാർലറിൽ പോകുവാണ്.
സച്ചി അവിടെ നീലിമയെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കും വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട് ഇല്ല പോയിക്കോ, എനിക്ക് കുറച്ചധികം നേരം എടുക്കും, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടുവാണേ. എന്നിട്ട് നീലിമ നേരെ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലോട്ട് പോകുവാണ്. റിസപ്ഷനിസ്റ്റിനോട് പറയും എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് പറയും അകത്തോട്ട് കയറിക്കോ എന്ന് പറയുന്നുണ്ട്. നീലിമ ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോഴേക്കും ഹായ് പറയുന്നുണ്ട്. ഹായ് പറയുമ്പോഴേക്കും ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നീലിമ ശ്രുതി അങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. കുറച്ചു നേരം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കും. കാരണം ശ്രുതിയുടെ ഫോണിൽ ശ്രുതി ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ നീലിമയുടെ. പക്ഷെ നീലിമക്കറിയില്ല ഈ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ ഭാര്യയാണെന്ന്. അപ്പോൾ നീലിമ നോക്കുമ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല. ഹലോ, ഹായ് അങ്ങനെ കുറേയൊക്കെ പറഞ്ഞു നോക്കും. അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഹായ് 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 എനിക്ക് ഫേഷ്യൽ ചെയ്യണം, ഐബ്രോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ അവിടുത്തെ ചെയറിൽ കയറി ഇരിക്കുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ ചെയ്യാം. അല്ല ഇവിടെ ഏതാ നല്ല ഫേഷ്യൽ ഉള്ളത്, എനിക്കതാ ചെയ്യേണ്ടത്. ഇപ്പോൾ മുഖത്ത് കുറച്ച് റിങ്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ പോകണം, അതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ളതാണ്, 1 മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് പോകണം ഇവിടുന്ന്, ഞാൻ കാനഡയിലോട്ട് പോകുകയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഞെട്ട് അല്ല മാഡം കാനഡയിലാണോ താമസിക്കുന്നത്? ഞാൻ 2 ദിവസം മുമ്പാണ് വന്നത്, ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോകും, അതിനു മുമ്പ് ഈ ഫേഷ്യലൊക്കെ ചെയ്തിട്ടൊന്ന് പോകാമല്ലോ എന്ന് ഓർത്ത് നിൽക്കുവാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കും അല്ല മാഡത്തിൻ്റെ പേര്? അപ്പോൾ നീലിമ പറയുന്നുണ്ട് എൻ്റെ പേര് നീലിമ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഉറപ്പിക്കുവേ ഇത് അവൾ തന്നെ, എൻ്റെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ കട്ടുകൊണ്ട് പോയവൾ. അപ്പോൾ പറയും മാഡം ഒന്ന് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ പാക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു നീലമ്മ ആ ചെയറിൽ ഇരുത്തിയിട്ട് ശ്രുതി നേരെ പോയി നമ്മുടെ ശ്രുതിയെ വിളിക്കുവാണ്. ശ്രുതിയെ വിളിച്ചിട്ട് പറയും ശ്രുതി നമുക്ക് പൈസ തരാനുള്ള ആൾ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും പൈസ തരാനുള്ള ആളോ, അതാരാ? നീലിമ. പോ ശ്രുതി, അവൾ കാനഡയിലല്ലേ. ശ്രുതി അവളിവിടെ എത്തിയിട്ടുണ്ട്, 2 ദിവസം മുമ്പാണ് ഇവിടെ എത്തിയത്, ഇപ്പോൾ ഇവിടെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. ശ്രുതി ഇവിടെ വാ, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള കാശൊക്കെ അവളുടെ കയ്യിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് ശ്രുതിയോട് പറയുമ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷമാവേ. ശരിക്കും അവൾ വന്നു, അന്ന് നീ അവളെ ഇവിടെ പിടിച്ചു നിർത്തി, ഞാനിപ്പോൾ തന്നെ എത്താമെന്ന് പറയുവാണ് ശ്രുതി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രേവതിയാണ്. രേവതി നമ്മുടെ സ്കൂട്ടറിൽ പൂവൊക്കെ വെച്ചിട്ട് പൂ കൊടുക്കാൻ വേണ്ടി പോകുവാണ് ഒരു കടയിലോട്ട്. അപ്പോൾ സ്കൂട്ടർ റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ടാണ് കട, അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പൂ കൊടുക്കുവാണ്. അപ്പോൾ പൂ കൊടുക്കുമ്പോഴേക്കും ആ ചേച്ചി വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് ഈ മൊബൈൽ ഫ്ലവർ ഷോപ്പിൻ്റെ. അപ്പോൾ രേവതി പറയും ചേച്ചി എനിക്കെൻ്റെ ഭർത്താവ് മേടിച്ച് തന്നതാണെന്നൊക്കെ പറയുമ്പോൾ ആ ചേച്ചി സച്ചിയെ കുറേ പൊക്കി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഭർത്താവിനെ കിട്ടാനൊക്കെ ഭാഗ്യം ചെയ്യണം, നീ ഭാഗ്യം ചെയ്ത പെണ്ണാണ് രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട് പൂവേപ്പിക്കുമ്പോൾ. അപ്പോൾ രേവതി പോകാൻ പോകുമ്പോഴേക്കും ആ ചേച്ചി പറയും രേവതി ഒരു 2 മിനിറ്റ് ഒന്ന് ഇവിടെ നിൽക്കുമോ, എൻ്റെ വീട് ഇവിടെ അടുത്താ, ഒരു കൊറിയർ വന്നിട്ടുണ്ട്, ഞാനൊന്ന് മേടിച്ചിട്ട് പറ്റിയെന്ന് പറയുവാണ് രേവതി. അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല എനിക്ക് 2-3 സ്ഥലത്ത് പോകാനുണ്ട് ചേച്ചി എന്ന് പറയുമ്പോൾ രേവതി 1 മിനിറ്റ് ഞാൻ ഇപ്പം തന്നെ ഓടി വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ പിടിച്ചു നിർത്തിയിട്ട് ആ ചേച്ചി വീട്ടിലോട്ട് പോകുവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതി ഓടി വരുവാണ് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലോട്ട്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സർ അകത്ത് കസ്റ്റമർ ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി അതൊന്നും കേൾക്കുന്നില്ല, ഓടി ഡോറ് തുറന്ന് അകത്തോട്ട് കയറുവാണ്. അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ നീലിമ അവിടെ മിററിൻ്റെ മുമ്പിലാണല്ലോ ഇരിക്കുന്നത്, ആ മിററിൻ്റെ ബാക്കിൽ പോയി ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ്. മിററിൽ കൂടി ശ്രുതിയെ കണ്ട നീലിമ അങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും